പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും അങ്ങയിൽ നിന്നും അകന്നുപോയി ഞങ്ങളുടേതായ വഴികളിലൂടെ ഞങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ട്. അങ്ങയെ മറന്നു ജീവിച്ച ഒത്തിരിയേറെ നിമിഷങ്ങളുണ്ട്. കർത്താവ്, ഞങ്ങളോട് പൊറുക്കണമേ. ഞങ്ങളുടെ തെറ്റുകളെല്ലാം അങ്ങയുടെ സന്നദ്ധിയിൽ അനുതാപത്തോട് ഏറ്റുപറഞ്ഞ് നഷ്ടപ്പെട്ട സന്തോഷവും നഷ്ടപ്പെട്ട സ്നേഹവും നഷ്ടപ്പെട്ട സമാധാനമെല്ലാം വീണ്ടെടുത്ത് അങ്ങയുടെ മക്കളായി ജീവിക്കുവാനും അങ്ങയുടെ സ്നേഹവും സന്തോഷവും രക്ഷയുടെ അനുഭവവും അനേകർക്ക് പങ്കുവെച്ചു കൊടുത്ത് ഞങ്ങളുടെ ജീവിതങ്ങൾ ധന്യമാക്കുവാനും ഈശോയെ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഈശോയിൽ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, ദൈവത്തിൻ്റെ അനന്ത കാരുണ്യത്തിൻ്റെ അടയാളമായ കുമ്പസാരം എന്ന കൂദാശയെക്കുറിച്ച് കഴിഞ്ഞ ആഴ്ചകളിൽ നാം ശ്രവിച്ചിരുന്നു. കുമ്പസാരം എന്ന കൂദാശ ഏറ്റവും യോഗ്യമായ വിധത്തിൽ സ്വീകരിക്കുവാൻ 5 കാര്യങ്ങൾ വേണമെന്ന് സഭ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം പാപങ്ങളെല്ലാം ക്രമമായി ഓർമ്മിക്കുക, ആത്മപരിശോധന നടത്തുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിക്കുക, അനുതപിക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം മേലിൽ പാപം ചെയ്യുകയില്ല എന്നുള്ള തീരുമാനമാണ്. ഇനി മൂന്നാമത്തെ ഈ കാര്യത്തെക്കുറിച്ചാണ് ഇന്ന് നാം ചിന്തിക്കുന്നത്. നമുക്കറിയാം, മേലിൽ പാപം ചെയ്യുകയില്ല എന്നുള്ള തീരുമാനം അത് മാനസാന്തരത്തിൻ്റെ തീരുമാനമാണ്. അതിനെയാണ് മാനസാന്തരം എന്ന് പറയുക. ഇന്ന് വരെ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന തെറ്റായ എല്ലാ പ്രവൃത്തികളിൽ നിന്ന് ഞാൻ പിന്മാറുകയാണ്. ഇന്ന് വരെ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ ഇനി ഒരിക്കലും ഞാൻ ആവർത്തിക്കുകയില്ല എന്ന് ദൈവസന്നിധിയിൽ ഉറപ്പോടെ ഒരു വ്യക്തി തീരുമാനിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ മാനസാന്തരത്തെ തിരിച്ചു വരവ് എന്ന് പറയാം. ഒരുപക്ഷെ തെറ്റായ ഒരു വഴിയിലൂടെ പോകുന്നു, അവിടെ നിന്ന് തിരിച്ച് ശരിയായ വഴിയിലൂടെ വരുന്നതിൻ്റെ അടയാളമാണിത്. വിശുദ്ധ ഗ്രന്ഥത്തിൽ അനേക ഉദാഹരണങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇപ്പോൾ സമറിയാക്കാരി സ്ത്രീ, അവൾ തെറ്റിൻ്റെ വഴിയിലൂടെ നടന്നവളാണ്. പക്ഷേ യേശുവിനെ കണ്ടുമുട്ടുന്നു. യേശുവിൻ്റെ മുൻപിൽ അവളുടെ പാപകരമായ ജീവിതമാകുന്ന ആ മൺകുട അവിടെ ഉപേക്ഷിച്ചിട്ട് അവളിതാ പുതിയൊരു ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അവൾ പ്രേക്ഷിതയായിട്ട് മാറുന്ന അനുഭവമുണ്ട്. അതുപോലെ തന്നെ കല്ലെറിയാൻ കൊണ്ടുവന്ന സ്ത്രീ, എല്ലാവരും അവളെ കല്ലെറിയാനാണ് കൊണ്ടുവന്നത്. എല്ലാവരുടെ കയ്യിലും കല്ലുകളുണ്ട്. ചെറുപ്പക്കാർ മുതൽ പ്രായമായവർ വരെ കല്ലുകളുമായിട്ട് വന്നതാണ്. പക്ഷെ നമുക്കറിയാം, യേശുവിൻ്റെ സന്നദ്ധിയിൽ വന്നു നിങ്ങളിൽ പാപമില്ലാത്തവൻ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞ് ഗുരു ഉദ്ഘോഷിച്ചപ്പോൾ ഇതാ എല്ലാവരും അവൾ ഉപേക്ഷിച്ചു പോയി. അവസാനം ഗുരു അവളോട് പറയുന്നുണ്ട്, മോളെ, നിൻ്റെ പാപമെല്ലാം ഞാൻ ക്ഷമിച്ചു, പക്ഷേ മേലിൽ പാപം ചെയ്യരുത്. പിന്നീട് ഒരിക്കലും ആ തെറ്റിൻ്റെ ഒരു വഴിയിലൂടെ അവൾ പോയിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെ വിശുദ്ധമായ ജീവിതത്തിലേക്ക് അവൾ തിരിച്ചു വരികയാണ് ചെയ്യുക. ഇപ്രകാരം ഉള്ള അനേകം അനുഭവങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. സക്കേവൂസിൻ്റെ കഥ, മറ്റുള്ളവരുടെ എല്ലാം പിടിച്ചു പറിച്ചെടുത്ത ധനവാനായ മനുഷ്യനാണ് ചുങ്കക്കാരൻ. പക്ഷേ യേശുവിനെ കണ്ടുമുട്ടുന്നു. അവൻ്റെ ജീവിതത്തിൽ അസ്വസ്ഥതകൾ മുഴുവൻ യേശുവിൻ്റെ പദാന്തകത്തിൽ അർപ്പിച്ച് ഒരു പുതിയ മനുഷ്യനായിട്ട് അവൻ മാറുകയാണ്. പിടിച്ചു പറിച്ച് എടുത്തതെല്ലാം 4 ഇരട്ടിയായി തിരിച്ചു കൊടുത്ത്, ന്യായമായി സമ്പാദിച്ചതെല്ലാം ഇരട്ടിയായി മടക്കിക്കൊടുത്ത് ഒരു പുതിയ ജീവിതത്തിലേക്ക്, മാനസാന്തരത്തിൻ്റെ ജീവിതത്തിലേക്ക് ഈ സക്കേവൂസ് കടന്നു വരുന്നു. വീണ്ടും നമുക്കറിയാം, വിശുദ്ധ ഗ്രന്ഥത്തിൽ മനോഹരമായ ഒരു മാനസാന്തരത്തിൻ്റെ കഥയാണ് സാവൂളിനുള്ളത്. സാവൂള് വളരെ വലിയ ഒരു മതഭക്തനായിരുന്നു. താൻ വിശ്വസിച്ച മതത്തിന് വേണ്ടി ജീവൻ ത്യജിക്കാൻ പോലും അദ്ദേഹം തയ്യാറാണ്. ഇങ്ങനെ തീഷ്ണത പൂണ്ട് ക്രൈസ്തവരായ ആളുകളെ മുഴുവൻ ഇല്ലായ്മ ചെയ്യണം, ക്രൈസ്തവ വിശ്വാസത്തെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി അധികാരപത്രവുമായി ഇറങ്ങിപ്പുറപ്പെട്ട സാവൂളാണ്. പക്ഷെ വഴിയിൽ വെച്ച് യേശുവിൻ്റെ ദർശനമുണ്ടാകുന്നു. അങ്ങനെ യേശുവിൻ്റെ ദർശനമുണ്ടായി ഈ സാവൂൾ പൗലോസായിട്ട് മാറുന്ന അനുഭവം. പിന്നീട് ഒരിക്കലും പഴയ വഴികളിലൂടെ പോയിട്ടില്ല. ഏതൊരു പ്രസ്ഥാനത്തെ ഇല്ലായ്മ ചെയ്യാൻ ഇറങ്ങിത്തിരിച്ചോ ആ പ്രസ്ഥാനത്തെ വളർത്തുന്ന പടനായകനായിട്ട് ഈ പൗലോസ് മാറി എന്നുള്ളതാണ്. പൗലോസിൻ്റെ കഥ മനോഹരമായ മാനസാന്തരത്തിൻ്റെ കഥയാണ്. വീണ്ടും ചരിത്രത്തിലേക്ക് വരുമ്പോൾ വിശുദ്ധ ആഗസ്തീനോസ്,
അഗസ്തീനോസിൻ്റെ ജീവിതകഥ ഒരുപക്ഷെ നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം. അദ്ദേഹം വലിയ പാപിയായിരുന്നു. വിവാഹം കഴിക്കാതെ തന്നെ ഒരു മകൻ പോലും ഈ അഗസ്തീനോസിനുണ്ട്. അങ്ങനെ വളരെ മ്ലേച്ഛകരമായ രീതിയിൽ ജീവിച്ച ഈ അഗസ്റ്റിൻ എന്ന് പറയുന്ന വ്യക്തി പിന്നീട് അദ്ദേഹം ഒരു വൈദികനായി, ഒരു മെത്രാനായി, സഭയിലെ വലിയൊരു വിശുദ്ധനായിട്ട് മാറി. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ഈ കാലഘട്ടത്തിലാണെങ്കിൽ അഗസ്റ്റിനെ പോലെ ജീവിക്കുന്ന ഒരാൾക്ക് വൈദികനാകാൻ പോയിട്ട് പള്ളിയിലെ കപ്പ്യാരാകാൻ പോലും ആരും അനുവദിച്ചെന്നവരില്ല. ഇങ്ങനെ ഒരാളെ ഞങ്ങളുടെ പള്ളിയിൽ കപ്പ്യാരായിട്ട് വേണ്ട എന്ന് ജനസമൂഹം മുഴുവൻ ഒന്നിച്ച് പറഞ്ഞെന്നവർ. ഈ അഗസ്റ്റിനുണ്ടായ വ്യത്യാസം എന്താ? മാനസാന്തര അനുഭവം കഴിഞ്ഞ് വഴിയിലൂടെ നടക്കുമ്പോൾ തെറ്റ് ചെയ്യാൻ അഗസ്റ്റിനെ സമീപിച്ചിരുന്ന സ്ത്രീയുണ്ട്. അവൾ പറഞ്ഞു, അഗസ്റ്റിനോട് പറഞ്ഞു, അഗസ്റ്റിൻ അവൾ വിളിച്ചു അഗസ്റ്റിനെ. അഗസ്റ്റിൻ്റെ മറുപടി, ദ ഓൾഡ് അഗസ്റ്റിൻ ഈസ് ഡെഡ്. നീ വിചാരിക്കുന്ന പഴയ അഗസ്റ്റിൻ മരിച്ചുപോയി, ഇതൊരു പുതിയ അഗസ്റ്റിനാണ്. ഉപേക്ഷിച്ച തിന്മകളിലേക്ക്, ഉപേക്ഷിച്ച വഴികളിലേക്ക് പിന്നീട് ഒരിക്കലും ഈ അഗസ്റ്റിൻ തിരിച്ചു പോയിട്ടില്ല. ഇതാണ് അഗസ്റ്റിൻ്റെ പ്രത്യേകത. ഒരുപക്ഷെ നമ്മിൽ നിന്നും ഈ അഗസ്റ്റിനെ വേർതിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം പോലും ഇതാകാം. നമ്മുടെയൊക്കെ മാനസാന്തരം കുറച്ച് കാലത്തേക്കാണ്. 8 നോമ്പ് 8 ദിവസത്തേക്കുള്ള മാനസാന്തരമായി, 25 നോമ്പ് ഒരുപക്ഷെ 25 ദിവസത്തേക്കുള്ള മാനസാന്തരമായി, 50 നോമ്പ് 50 ദിവസത്തേക്കുള്ള മാനസാന്തരം. അത് കഴിഞ്ഞാൽ വീണ്ടും പഴയ അവസ്ഥകളിലേക്കെല്ലാം തിരിച്ചു പോകുന്ന ഒരു ശൈലിയാണ് നമുക്കുള്ളത്. നിലനിൽക്കുന്ന മാനസാന്തരത്തിൻ്റെ അനുഭവങ്ങളിലേക്ക് നമ്മൾ കടന്നു വരുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ഒരു ദുര്യോഗം. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മെ വിളിക്കുക ശരിയായ മാനസാന്തരത്തിലേക്കാണ്, നിലനിൽക്കുന്ന മാനസാന്തരത്തിലേക്കാണ്. പഴയ വഴികൾ ഉപേക്ഷിച്ചാൽ പൂർണ്ണമായിട്ടതിനെ ഉപേക്ഷിക്കാൻ നമുക്കിടയാകണം. അത് കുറച്ച് നാളത്തേക്ക് ഉപേക്ഷിച്ച് വീണ്ടും അതിനെ തിരിച്ചു പിടിക്കാനിടയാകരുത്. ഞാൻ ഓർക്കുന്നു, ഒരിക്കൽ ഒരു 50 നോമ്പ് ഒരു മനുഷ്യൻ 50 ദിവസം അദ്ദേഹം മദ്യപാനി ഒരു മനുഷ്യനാണ്. 50 ദിവസം മദ്യപിച്ചില്ല. എല്ലാ ദിവസവും അയാൾ പള്ളിയിൽ പോയി. അവസാനത്തെ ആഴ്ചയിൽ പള്ളിയിലുണ്ടായിരുന്ന 5 ദിവസം ധ്യാനത്തിലെല്ലാം പങ്കെടുത്തു. അങ്ങനെ 50 നോമ്പ് ഏറ്റവും വിശുദ്ധമായി നോക്കിയ മനുഷ്യൻ ഈസ്റ്ററിൻ്റെ ദിവസം ബാറിൽ പോയി ഇഷ്ടം പോലെ മദ്യപിച്ചു. അവസാനം വൈകുന്നേരം ആ ബാറുകാരുടെയൊക്കെ അവർ പറഞ്ഞു, സാറേ വണ്ടി ഓടിച്ച് പോകരുത് എന്നെല്ലാം പറഞ്ഞെങ്കിലും സ്വന്തം വണ്ടിക്ക് പോരുന്ന വഴിയിൽ അപകടമുണ്ടായി ആ സെക്കൻഡിൽ ജീവൻ പൊലിയുന്ന ഒരു മനുഷ്യൻ്റെ ചിത്രം എൻ്റെ മനസ്സിലേക്ക് കടന്നു വരികയായി ചെയ്യുക. നമുക്കറിയാം, 50 ദിവസം വിശുദ്ധമായി ജീവിച്ചിട്ട് അടുത്ത ദിവസം അന്ന് വരെ സമ്പാദിച്ചതിൻ്റെ വിശുദ്ധി മുഴുവനും പുണ്യം മുഴുവനും ഒന്നിച്ച് ഉപേക്ഷിക്കുന്ന ഒരു ചിത്രമാണ്. എത്രയോ ആളുകൾ ഈ ശൈലിയിൽ മുന്നോട്ട് പോകുന്നവരുണ്ട്. ഇവിടെയാണ് ശരിയായ മാനസാന്തരത്തിലേക്ക് ദൈവം നമ്മെ വിളിക്കുന്നതിൻ്റെ അർത്ഥം നമ്മൾ തിരിച്ചറിയേണ്ടത്. അതുകൊണ്ട് ഇതൊരു തിരിച്ചുവരവാണ് മാനസാന്തരം. തെറ്റിൻ്റെ വഴികളിൽ നിന്ന് ശരിയുടെ വഴിയിലേക്ക്, തിന്മയുടെ വഴിയിൽ നിന്ന് നന്മയുടെ വഴിയിലേക്ക്, നമ്മുടെ വഴികളിൽ നിന്ന് ദൈവത്തിൻ്റെ വഴികളിലേക്ക് തിരിച്ചു വരിക എന്നുള്ളതാണ്. ഇതാണ് മാനസാന്തരം. അങ്ങനെ തിരിച്ചു വരാൻ തീരുമാനമെടുത്തിട്ട് കുമ്പസാരിക്കുന്നതിൽ മാത്രമേ അർത്ഥമുള്ളൂ എന്ന് കൂടി നമ്മൾ തിരിച്ചറിയണം. ഞാൻ മദ്യപിച്ചു എന്ന് പറഞ്ഞ് കുമ്പസാരത്തെ ഏറ്റു പറഞ്ഞിട്ട് വീണ്ടും അടുത്ത ബാറിലേക്ക് പോകുന്ന അനുഭവമാണെങ്കിൽ ആ കുമ്പസാരം കൊണ്ട് അർത്ഥമില്ല. ഒരു പാപമോചനവും അവിടെ സംഭവിക്കില്ല എന്ന് തിരിച്ചറിയണം. ഈ മാനസാന്തരത്തെക്കുറിച്ച് ഈശോ വീണ്ടും നമ്മോട് പറയുന്നുണ്ട്. ഈശോ പറയും, മാനസാന്തരം എന്ന് പറഞ്ഞാൽ വീണ്ടും ജനിക്കുന്നതാണ്. നിക്കോദേമോസ് യേശുവിനെ കാണാൻ വന്നു. യേശുവിനെ കാണാൻ രാത്രിയിൽ വന്ന മനുഷ്യനോട് യേശു പറഞ്ഞു, നീ ദൈവരാജ്യത്തിൽ പ്രവേശിക്കണമെങ്കിൽ വീണ്ടും ജനിക്കണം. അയാൾ യഹൂദരുടെ ഇടയിലെ പണ്ഡിതനാണ്, നിയമങ്ങൾ അറിയാവുന്നവനാണ്. പക്ഷെ അയാൾക്ക് മനസ്സിലായില്ല എങ്ങനെ ജനിക്കാൻ പറ്റും. തനിക്ക് പ്രായം 19 വയസ്സായി, ഇനി വീണ്ടും എങ്ങനെ അമ്മയുടെ ഉദരത്തിൽ പ്രവേശിച്ച് ജനിക്കും? ഈശോ അയാൾക്ക് വ്യക്തമാക്കി കൊടുക്കുന്നുണ്ട്, ജലത്താലും ആത്മാവിനാലും നീ വീണ്ടും ജനിക്കണം. മാനസാന്തരം എന്ന് പറയുന്നത് വീണ്ടും ജനനമാണ്. അത് പരിശുദ്ധാത്മാവിലുള്ളൊരു ജനനമാണ്. അതുകൊണ്ടല്ലേ വചനം പറയുക, ആത്മാവിനും നയിക്കപ്പെടുന്നവരൊക്കെ ദൈവത്തിൻ്റെ മക്കളാണ്. അങ്ങനെ ദൈവത്തിൻ്റെ മക്കളായി മാറാനുള്ള വലിയൊരു അവസരമാണ് ഈ വീണ്ടും ജനനമെന്ന് പറയുക. അങ്ങനെ പുത്തനായിട്ട് ജനിക്കുന്ന ഒരു അനുഭവം നമുക്കൊക്കെ ഉണ്ടാകണം. ഇത് മാനസാന്തരമാണ്. അപ്പോൾ തിന്മയുടെ വഴികളെല്ലാം ഉപേക്ഷിക്കുമ്പോൾ പുതിയതായി ജനിക്കാനുള്ള വലിയൊരവസരം ദൈവം നമുക്ക് നൽകും. അങ്ങനെ മാനസാന്തരം
പുതിയ ജനനമാണ്, ആത്മാവിനെ നയിക്കപ്പെടുന്ന ഒരു ജീവിതത്തിലേക്കുള്ള പ്രവേശനമാണ് അത് എന്ന് ഈശോ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. വീണ്ടും മാനസാന്തരത്തെക്കുറിച്ച് ഈശോ പറയും, ശിശുക്കളെ പോലെയാകുന്നതാണ് മാനസാന്തരം. ശിശുക്കളെ പോലെയാവുക. നമുക്കറിയാം ഈശോയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കൂട്ടരാണ് ശിശുക്കൾ. ശിഷ്യന്മാരെല്ലാം ശിശുക്കളെ തടഞ്ഞപ്പോൾ ഈശോ പറഞ്ഞു, അവരെ തടയരുത്, അവരെ പോലെയുള്ളവർക്കാണ് ദൈവരാജ്യം സ്വന്തമാക്കാൻ സാധിക്കുക. ഇവരെ പോലെയുള്ള കുഞ്ഞുങ്ങളുടേതാണ് ദൈവരാജ്യം. പ്രിയപ്പെട്ടവരെ ഓർക്കണം, നമ്മളെത്ര പ്രായം ചെന്നാലും, തല നരച്ചാലും, നടുവ് കൂനിയാലും സ്വർഗത്തിൽ പോകണോ? കുഞ്ഞുങ്ങളെ പോലെ ആകണം. ശിശുവിൻ്റെ ഭാവങ്ങൾ സ്വന്തമാക്കണം. ഈ ശിശുവിൻ്റെ ഭാവത്തിൻ്റെ പ്രത്യേകത എന്താ? ശിശുവിൻ്റെ ഭാവം എന്ന് പറയുന്നത് നിഷ്കളങ്കതയുടെ ഭാവമാണ്, നൈർമല്യത്തിൻ്റെ ഭാവമാണത്. അവിടെ കള്ളവില്ല, അവിടെ അവർക്ക് കാപട്യമില്ല, അവിടെ അവിശ്വസ്തതയില്ല, അവിടെ തിന്മകളുടെ വേലിയേറ്റങ്ങളില്ല. നിഷ്കളങ്കതയും നന്മയും മാത്രം തുടികുട്ടി നിൽക്കുന്ന ഒരവസ്ഥയാണ് ശിശുക്കളുടെ മനസ്സെന്ന് പറയുക. ഞാൻ ഇന്നും എൻ്റെ മനസ്സിൽ മാറിപ്പോകാത്ത, മങ്ങിപ്പോകാത്തൊരു ഓർമ്മയുണ്ട്. ഞാൻ വർഷങ്ങൾക്ക് മുൻപ് ഒരു കൊച്ചച്ഛനായിട്ടൊരു പള്ളിയിലായിരുന്ന സമയത്താണ്. അവിടെ നേഴ്സറി സ്കൂളുണ്ട്. ഈ നേഴ്സറി സ്കൂളിൽ കുട്ടികളുടെ മത്സരങ്ങൾ നടക്കുന്നു. അപ്പോൾ ചെറിയ കുട്ടികളാണല്ലോ, 3-4 വയസ്സുള്ള കുട്ടികളാണ് നേഴ്സറിയിലുള്ളത്. ഒരു കുഞ്ഞിൻ്റെ കണ്ണുകെട്ടി കളിയാണ്. ടീച്ചേഴ്സ് വന്ന് കുട്ടികളുടെ കണ്ണുകൾ കെട്ടും. കെട്ടപ്പെട്ട കണ്ണുമായിട്ട് മണിയടിക്കുമ്പോൾ ഇവർ ഏതോ ഒരു വസ്തു പോയി കണ്ടെത്തണം. അതാണ് ഈ കളിയെന്ന് പറയുക. ടീച്ചേഴ്സ് വന്നു കുഞ്ഞുങ്ങളുടെ കണ്ണുകളെല്ലാം കെട്ടി, മണിയടിച്ചു, മത്സരം തുടങ്ങി. 4 വയസ്സുള്ള ഒരു പെൺകുട്ടി അവിടെ വിളിച്ചു പറഞ്ഞു, ദേ ടീച്ചറെ, എൻ്റെ കണ്ണ് ശരിക്കും കാണാട്ടോ. ഉടനെ മത്സരം നിർത്തി ആ കുഞ്ഞിൻ്റെ ടൗലഴിച്ച് വീണ്ടും മുറുക്കി കെട്ടിക്കൊടുത്തു. അങ്ങനെ വീണ്ടും മത്സരം ആരംഭിച്ചു. പ്രിയപ്പെട്ടവർ ഓർക്കണം, ഈ കുഞ്ഞിനറിയാം കണ്ണ് കെട്ടിയാൽ കണ്ണ് കാണത്തില്ല, എൻ്റെ കണ്ണ് കാണാം. അത് വിളിച്ചു പറഞ്ഞു. ഈ പറയുന്ന കുഞ്ഞ് ഒരു മുതിർന്ന ക്ലാസ്സിലേക്ക് വന്നോ, 6-ാം ക്ലാസ്സിലേക്കോ 7-ാം ക്ലാസ്സിലേക്കോ 8-ാം ക്ലാസ്സിലേക്കൊക്കെ വന്നാൽ ഇതുപോലെ പറയുമെന്ന് വിചാരിക്കുന്നുണ്ടോ? ഈ ലോകത്തിൻ്റെ കാപട്യം, ഈ ലോകത്തിൻ്റെ വഞ്ചനയെല്ലാം ഈ പിഞ്ചു മനസ്സിനെ കീഴടക്കിയെന്ന് വരാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ ഓർക്കുക, ഈശോ പറഞ്ഞില്ലേ, കുഞ്ഞുങ്ങളെ പോലെയാവുക. കുഞ്ഞുങ്ങളുടെ മനസ്സ്, കുഞ്ഞുങ്ങളുടെ മനോഭാവം കാത്തു സൂക്ഷിക്കുക. അത് മാനസാന്തരത്തിൻ്റെ ഒരു അനുഭവമാണെന്ന്. വീണ്ടും പൗലോസ് അപ്പസ്തോലൻ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഇത് മാനസാന്തരം എന്ന് പറയുന്നത് ഒരു പുതിയ സൃഷ്ടിയാകുന്നതാണ്. ഗലാത്യ ലേഖനം 6-ാമത്തെയും 15-ാമത്തെ വചനത്തിൽ പറയും, പുതിയ സൃഷ്ടിയാവുക എന്നതാണ് പരമപ്രധാനം. അതുപോലെ തന്നെ കൊരിന്ത്യർക്ക് എഴുതുന്ന 2-ാമത്തെ ലേഖനം 5-ാം അധ്യായം 17-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്, ക്രിസ്തുവിൽ ആയിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്. ഒരു പുതിയ ജന്മം അവിടെ ഉണ്ടായി എന്നുള്ളത്. ക്രിസ്തുവിൽ പുത്തനായിട്ട് അവൻ ജനിച്ചു, പുതിയ വ്യക്തിയായിട്ട് മാറി. ഒരു അമ്മ എന്നോട് പറഞ്ഞൊരു അനുഭവം ഞാൻ ഓർക്കുന്നു. അമ്മ കല്യാണം കഴിഞ്ഞു, ഭർത്താവ് മദ്യപാനിയാണ്. ഏതാണ്ട് 18 വർഷത്തോളം ആ മദ്യപാനത്തിൻ്റെ ദുരന്തങ്ങൾ മുഴുവനും കുടുംബം അനുഭവിച്ചു, ഭാര്യ അനുഭവിച്ചു, മക്കളൊക്കെ അനുഭവിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അദ്ദേഹം ഒരു ധ്യാനത്തിന് പോകാൻ തയ്യാറായി. ധ്യാനത്തിന് പോയി, ധ്യാനം കഴിഞ്ഞ് അയാൾ തിരിച്ചു വന്നു. തിരിച്ചു വന്നപ്പോൾ ഈ തൻ്റെ തെറ്റുകളെക്കുറിച്ചുള്ള ബോധ്യങ്ങളുണ്ട്, ഇനി ഒരിക്കലും മദ്യം കഴിക്കില്ല എന്നുള്ള തീരുമാനമുണ്ട്. അങ്ങനെയൊക്കെ വന്നു. ഇയാൾ ഭക്ഷണം കൊടുത്തു, ഭക്ഷണം കഴിച്ചു. ഭക്ഷണം കഴിഞ്ഞിട്ട് ഇയാൾ പാത്രം എടുത്ത് കഴുകാൻ തുടങ്ങി. ഭാര്യയ്ക്ക് അതിശയം, ഞാൻ കഴുകിക്കളാം. വേണ്ട, ഇത്രയും കാലം നീയല്ല കഴിയത്, ഞാൻ കഴുകാം. അയാൾ വീട്ടിൽ ജോലികളിൽ സഹായിക്കാൻ തുടങ്ങി. ഇന്ന് വരെ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഭാര്യയെ ജോലികളിൽ സഹായിക്കാൻ തുടങ്ങി. ഇങ്ങനെ പല കാര്യങ്ങൾ ചെയ്യാൻ, സഹകരിക്കാനെല്ലാം തുടങ്ങി. ഈ ഭാര്യ പറയാണ്, അച്ഛാ, എൻ്റെ ഭർത്താവ് ഒരു പുതിയ മനുഷ്യനായിട്ട് മാറി. ഇന്ന് വരെ കാണാത്ത ഒരു ശൈലിയൊക്കെയാണ്. കഴിഞ്ഞ 18 കൊല്ലത്തോളം ഞാൻ അനുഭവിച്ചതെല്ലാം എൻ്റെ മനസ്സിൽ നിന്ന് തന്നെ പോയച്ച ഇപ്പോൾ ഒരു പുതിയ ജീവിതമാണ് ഞങ്ങൾക്കുള്ളത്. ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്. ആ ക്രിസ്തുവിൻ്റെ സ്നേഹം തൻ്റെ ജീവിതത്തിലൂടെ, വാക്കുകളിലൂടെ, പ്രവൃത്തികളിലൂടെ പങ്കുവെച്ച് കൊടുത്ത് തൻ്റെ ജീവിതത്തെ ധന്യമാക്കുവാൻ ഇപ്രകാരമുള്ള വ്യക്തികൾക്കാകും. അതുകൊണ്ട് അപ്പസ്തോലൻ പറഞ്ഞത്, ക്രിസ്തുവിലായിരിക്കുക, അത് ഒരു പുതിയ സൃഷ്ടിയാവുക എന്നതാണ്. അല്ലെങ്കിൽ ക്രിസ്തുവിലായിരിക്കുന്നവൻ ഒരു പുതിയ ജീവിതത്തിലേക്കാണ് പ്രവേശിച്ചിരിക്കുക. അതുകൊണ്ട് മാനസാന്തരപ്പെടാതെ എന്തെങ്കിലും കാര്യങ്ങൾ പോയി കുമ്പസാരത്തെ ഏറ്റു പറഞ്ഞാൽ അതൊരിക്കലും കുമ്പസാരാവുകയില്ല. വീണ്ടും വചനം പറയുന്നുണ്ടല്ലോ, നിങ്ങൾ മനസ്സിൻ്റെ നവീകരണം വഴി മാനസാന്തരപ്പെടാം. മനസ്സിൻ്റെ നവീകരണം ഉണ്ടാകണം. ആ
ആ പഴയ ശൈലികളൊക്കെ മാറി നിൽക്കണം. അങ്ങനെ മനസ്സിൻ്റെ നവീകരണം വഴി ഒരു പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിക്കുക എന്നുള്ളതാണ്. ഇനി എങ്ങനെയാണ് ഈ മനസ്സിന് നവീകരണം ഉണ്ടാവുക? എങ്ങനെയാണ് ഈ മാനസാന്തരം സംഭവിക്കുക? ഈ മാനസാന്തരം സംഭവിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദൈവത്തിൻ്റെ വചനം ശ്രവിക്കുക എന്നുള്ളതാണ്. വചന ശ്രവണത്തിലൂടെ മനുഷ്യൻ മാനസാന്തരത്തിലേക്ക് കടന്നു വരും. സ്നാപക യോഹന്നാൻ വന്നു, അദ്ദേഹം പ്രസംഗിച്ചില്ലേ? അദ്ദേഹം പ്രസംഗിച്ചു, മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. വീണ്ടും അദ്ദേഹം പറഞ്ഞു, വെറുതെ മാനസാന്തരപ്പെട്ട പോരാ, മാനസാന്തരത്തിന് അനുയോജ്യമായ ഫലങ്ങൾ നിങ്ങൾ പുറപ്പെടുവിക്കണം. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം ഓർക്കണം, എവിടെയെല്ലാം ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കപ്പെടുന്നുണ്ടോ അവിടെയെല്ലാം ആളുകൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഞങ്ങൾ എന്ത് ചെയ്യണം? എവിടെ വചനം പ്രഘോഷിക്കപ്പെടുന്നുണ്ടോ അവിടെയെല്ലാം ഈ ചോദ്യം ഉയരും, ഞങ്ങൾ എന്ത് ചെയ്യണം? സ്നാപക യോഹന്നാനോട് ജനം ചോദിച്ചു, ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഉടനെ സ്നാപകൻ മറുപടി പറയുന്നുണ്ടല്ലോ, 2 ഉടുപ്പുള്ളവൻ ഒന്നില്ലാത്തവന് കൊടുക്കണം, ആഹാര സാധനങ്ങളുള്ളവൻ അതുപോലെ ചെയ്യണം. ഉടനെ പോലീസുകാർ വന്ന് ചോദിക്കുന്നത്, ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങളാരെയും അന്യായമായിട്ട് കുറ്റം വിധിക്കരുത്, നിങ്ങൾ നീതി നടപ്പാക്കണം. ചുങ്കക്കാർ വന്ന് ചോദിച്ചു, ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ന്യായമായിട്ടൊന്നും പിരിച്ചെടുക്കരുത്, ന്യായമായിട്ട് മാത്രമേ ചെയ്യാവൂ. ഓരോരുത്തർക്കും അവരെന്ത് ചെയ്യണം ഉത്തരങ്ങൾ കൊടുക്കുകയാണ്. വീണ്ടും നമുക്കറിയാം, പത്രോസ്ലീഹ ആദ്യ പന്തക്കുസ്താ ദിനത്തിൽ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞുകൊണ്ട് വചനം പ്രഘോഷിക്കുകയാണ്. നിങ്ങൾ കുരിശിൽ തറച്ചു കൊന്ന യേശുവിനെ ദൈവം മരിച്ചവരിൽ ഉയർപ്പിച്ചു, അതിന് ഞങ്ങളൊക്കെ സാക്ഷികളാണ് എന്ന് പറഞ്ഞ് അതീവ ശക്തിയോടെ ദൈവത്തിൻ്റെ വചനം പങ്കുവെച്ചപ്പോൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് വായിക്കുന്നുണ്ട്, അപ്പസ്തോല നടപടിയിൽ നമ്മളത് വായിക്കുന്നു. 2-ാം അധ്യായം 37-38 വചനങ്ങളിൽ അവർ ഹൃദയം നുറുങ്ങിക്കൊണ്ട് ചോദിച്ചു, ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഉടനെ അപ്പസ്തോലൻ പത്രോസ്ലീഹ മറുപടി പറയുന്നുണ്ട്, നിങ്ങളുടെ പാപങ്ങളോർത്ത് പശ്ചാത്തപിച്ച് ഈശോയുടെ നാമത്തിൽ മാമുദീസ സ്വീകരിക്കണം. ആദ്യ ദിനം തന്നെ 3000 പേര് വചനം കേട്ട് അനുതപിച്ച് മാമുദീസ സ്വീകരിച്ച് സഭയുടെ ഭാഗമായി സഭ ആരംഭിക്കുകയാണ്. ആദ്യ പന്തക്കുസ്താ ദിനം അപ്രകാരമാണ്. പ്രിയപ്പെട്ടവരെ, വചനം എവിടെയെല്ലാം പ്രഘോഷിക്കപ്പെടുന്നുണ്ടോ അവിടെയെല്ലാം ഈ ചോദ്യം ഉദിക്കുന്നുണ്ട്. പൗലോസ്ലീഹായ്ക്ക് തന്നെ ഈ ഒരു അനുഭവമുണ്ട്. യേശുവിൻ്റെ ദർശനം ഉണ്ടാകുന്ന അനുഭവത്തിൽ പൗലോസ് ചോദിക്കും, സാവൂൾ ചോദിക്കും, ഞാൻ എന്താ ചെയ്യേണ്ടത്? ഉത്തരം കിട്ടുന്നുണ്ട്, ഇതാ നിന്ന സ്ഥലത്ത് പോവുക, അവിടെ ചെന്ന് നിന്നെ ആളെ കാണുക, വേണ്ട നിർദ്ദേശങ്ങൾ നിനക്ക് അവിടെ വെച്ച് കിട്ടും. അതുപോലെ തന്നെ പൗലോസും സീലാസും ജയിലിൽ കിടക്കുന്നു. അവരുടെ കയ്യിൽ വിലങ്ങുകളുണ്ട്, കാലിൽ വിലങ്ങുകളുണ്ട്. ഈ വിലങ്ങുകൾ കൊണ്ട് താളമടിച്ചവർ ദൈവത്തെ സ്തുതിക്കുമ്പോൾ ആ വിലങ്ങുകളെല്ലാം അഴിഞ്ഞു പോകുന്ന അനുഭവം. തടവുകാർ രക്ഷപ്പെട്ടു എന്ന് കരുതി കാവൽക്കാരൻ സ്വയം വെട്ടിമരിക്കാൻ തുടങ്ങുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറയും, സഹോദരാ, അവിവേകം ചെയ്യില്ലേ, ഞങ്ങളാരും പോയിട്ടില്ല, ഞങ്ങൾക്ക് ഇവിടെ തന്നെയുണ്ട്. ആ മനുഷ്യൻ ഹൃദയം നുറുങ്ങി അയാൾ ചോദിക്കുന്നുണ്ട്, സഹോദരരെ, രക്ഷ പ്രാപിക്കാൻ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇതാ പൗലോസ് അപ്പോസ്തലൻ വിശ്വവിഖ്യാതമായ ആ മറുപടി പറയുന്നുണ്ട്, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അപ്പോസ്തല നടപടി 16:31. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഞാൻ എന്ത് ചെയ്യണമെന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരമാണിത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് വചനം ശ്രവിക്കുമ്പോൾ നമ്മളൊക്കെ നമ്മോട് ചോദിക്കേണ്ട ചോദ്യം ഇതാണ്. ദൈവസന്നദ്ധിയിലിരുന്ന് കർത്താവേ, ഞാൻ എന്താ ചെയ്യേണ്ടത്? ആത്മാർത്ഥമായിട്ട് ആരൊക്കെ ചോദിക്കുന്നുണ്ടോ അവർക്കെല്ലാം ശരിയായ ഉത്തരം കിട്ടും. എന്ത് ചെയ്യണമെന്നുള്ള വ്യക്തമായ നിർദ്ദേശങ്ങൾ അവർക്ക് ലഭിക്കും. അതുപോലെ തന്നെ മാനസാന്തരപ്പെട്ട ഒരു വ്യക്തിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഒരു വ്യക്തി മാനസാന്തരത്തിലേക്ക് കടന്നു വന്നാൽ ആ വ്യക്തിക്ക് പല പ്രത്യേകതകളുണ്ടാകും. ഒന്നാമത്തെ പ്രത്യേകത, അയാൾ സന്തോഷമുള്ള ഒരു വ്യക്തിയായിരിക്കും എന്നുള്ളതാണ്. നിരാശയൊന്നും ജീവിതത്തിൽ ഉണ്ടാവില്ല. നിരാശയെല്ലാം പടിയിറങ്ങിപ്പോകും. അതുകൊണ്ടാണ് പൗലോസ് ശ്ലീഹ പറഞ്ഞത്, ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 4-ാമത്തെ വചനത്തിൽ പറഞ്ഞല്ലോ, നിങ്ങൾ സന്തോഷിക്കുവിൻ. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ സന്തോഷിക്കുവിൻ. ക്രൈസ്തവ ജീവിതം മാനസാന്തരത്തിൻ്റെ ജീവിതമാണ്. ഈ മാനസാന്തരത്തിൻ്റെ ജീവിതം സന്തോഷത്തിൻ്റെ ജീവിതമാണ്. അവിടെ
വിലാപങ്ങൾക്ക് പ്രസക്തിയില്ല, അവിടെ വലിയ ദുഃഖങ്ങൾക്ക് പ്രസക്തിയില്ല. ദൈവസന്നദ്ധയിൽ സന്തോഷത്തോടെ ഇരിക്കാൻ മാനസാന്തരപ്പെട്ട ഒരു വ്യക്തിക്ക് സാധിക്കും. അതുപോലെ തന്നെ മാനസാന്തര അനുഭവമുള്ള വ്യക്തികൾ പരാതി പറയില്ല. അവർക്ക് പരാതികളൊന്നുമില്ല. ദൈവത്തോട് നന്ദി മാത്രമേ ഉള്ളൂ. ഒരുപക്ഷെ ജീവിതത്തിൽ ദുരന്തങ്ങൾ ഉണ്ടാകാം, പ്രതീക്ഷിക്കാത്ത പലതും ജീവിതത്തിൽ സംഭവിച്ചെന്ന് വരാം, എന്നാൽ അവർക്ക് പരാതിയില്ല. ജോബിൻ്റെ അനുഭവം നമുക്കറിയാം. ജോബിൻ്റെ ജീവിതം മുഴുവൻ തകർന്നപ്പോൾ, ജോബിനെല്ലാം നഷ്ടപ്പെട്ടപ്പോൾ, സമ്പത്ത് പോയി, മക്കൾ പോയി, സകലതും നഷ്ടപ്പെട്ടു, ശരീരം മുഴുവൻ വ്രണങ്ങളായിട്ട് മാറിയപ്പോൾ ഈ ജോബ് പറയുന്നില്ലേ, ദൈവം തന്നു, ദൈവം എടുത്തു, അവിടുത്തെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരു മാനസാന്തര അനുഭവമുള്ള ഒരു വ്യക്തി ഇപ്രകാരം മാത്രമേ അയാൾക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കൂ. ജീവിതത്തിൻ്റെ ദുരന്തങ്ങളുടെ നടുവിലും പരാതികളില്ല, പരിഭവങ്ങളില്ല, ദൈവത്തെ സ്തുതിക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇപ്രകാരമുള്ള വ്യക്തികൾക്ക് സാധിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഉത്കണ്ഠ അവരുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വരില്ല. നമുക്കറിയാം, ഇന്ന് മനുഷ്യ ജീവിതത്തിൻ്റെ ഏറ്റവും സ്ഥായിയായൊരു ഭാവമാണ് ഉത്കണ്ഠ. കൊച്ചു കുട്ടികൾ വരെ ഉത്കണ്ഠാഭരിതരാണ്. ഞാൻ ഓർക്കുന്നു, ഒരിക്കൽ ആദ്യ കുർബാനയ്ക്ക് കുഞ്ഞുങ്ങൾക്ക് ക്ലാസ് എടുത്തപ്പോൾ വെറും ഒരു 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ വായിൽ നിന്ന് വന്നൊരു വാക്കാണ്. കൊച്ചു പറയും, അച്ഛാ ഒരു മനസ്സമാധാനവും ഇല്ല. ഇങ്ങനെ മനസ്സമാധാനമില്ലാത്ത അനേകം ആളുകളുണ്ട്. ജീവിതം മുഴുവൻ ആകുലതയാണ്, ഉത്കണ്ഠകളാണ്. അതുകൊണ്ടാണ് പത്രോസ് ശ്ലീഹ പറയുന്നുണ്ടല്ലോ, 1-ാം അധ്യായം, അദ്ദേഹത്തിൻ്റെ 1-ാം ലേഖനത്തിൻ്റെ 5-ാം അധ്യായം 7-ാമത്തെ വചനത്തിൽ, നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം കർത്താവിനെ ഏൽപ്പിക്കുക, അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. ഒരു മാനസാന്തര അനുഭവത്തിലേക്ക് കടന്നു വരുന്ന വ്യക്തി തൻ്റെ ജീവിതത്തിൻ്റെ ഉത്കണ്ഠ ആകൃതയെല്ലാം ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുകയാണ്. ഒരു കുഞ്ഞ് തൻ്റെ പിതാവിൻ്റെ മാതാവിൻ്റെ ഒക്കത്ത് സുരക്ഷിതയായി ഇരിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ വശത്തിൽ അവൻ സ്ഥാനം നേടിയിട്ടുണ്ട്. ഒരു ഉത്കണ്ഠയില്ല, ആകുലതയില്ല. അതുകൊണ്ടാണല്ലോ സങ്കീർത്തനം 55:22 പറയുന്നുണ്ട്, നിന്റെ ഭാരമെല്ലാം കർത്താവിനെ ഏൽപ്പിക്കുക. മാനസാന്തര അനുഭവത്തിലേക്ക് കടന്നു വന്നയാൾ തൻ്റെ ഭാരങ്ങളെല്ലാം കർത്താവിനെ ഏൽപ്പിച്ചു. പൂർണ്ണമായിട്ട് ദൈവത്തിൽ ആശ്രയിക്കുന്നു എന്നുള്ളതാണ് ഇപ്രകാരമുള്ള വ്യക്തിയുടെ പ്രത്യേകത. തൻ്റെ കഴിവിൽ ആശ്രയിക്കുന്നില്ല, തൻ്റെ സമ്പത്തിൽ ആശ്രയിക്കുന്നില്ല, തൻ്റെ കുടുംബ മഹിമയിൽ ആശ്രയിക്കുന്നില്ല, തൻ്റെ ബന്ധുബലത്തിൽ ആശ്രയിക്കുന്നില്ല, തൻ്റെ തൊഴിലിൽ ആശ്രയിക്കുന്നില്ല, ഒന്നിലും ആശ്രയിക്കുന്നില്ല. ആശ്രയം ദൈവത്തിൽ മാത്രമാണ്. പിന്നെ സമ്പൂർണമായി ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തി, ഇത് മാനസാന്തരപ്പെട്ടവൻ്റെ പ്രത്യേകതയാണ്. പ്രിയപ്പെട്ടവരെ, കുമ്പസാരം എന്ന കൂദാശ യഥാർത്ഥത്തിൽ നമ്മൾ സ്വീകരിക്കുമ്പോൾ ഈ ഒരു മാനസാന്തര അനുഭവത്തിലേക്ക് കടന്നു വരണം. കാരണം ഇനി ഒരിക്കലും പഴയ വഴികളിലൂടെ ഞാൻ പോകില്ല. എൻ്റെ ജീവിതം മുഴുവൻ ഇതാ ഞാൻ കാണുന്നു, തെറ്റിൻ്റെ വഴികൾ, തിന്മയുടെ വഴികൾ, പാപത്തിൻ്റെ മ്ലേച്ഛതകൾ എല്ലാം ഞാൻ കാണുന്നുണ്ട്. ഇനി ഒരിക്കലും ഈ വഴിയിലൂടെ ഞാൻ നടക്കില്ല. ഇനി ഞാൻ പുതിയ വഴിയിലൂടെയാണ് പോവുക. ഞാനാണ് വഴി, ഞാനാണ് സത്യം, ഞാനാണ് ജീവൻ എന്ന് പറഞ്ഞ ആ ഈശോയുടെ വഴിയിലൂടെ മാത്രമേ ഞാൻ പോവുകയുള്ളൂ എന്നുള്ള തീരുമാനമെടുത്തിട്ടാണ് തൻ്റെ ആ പാപങ്ങളൊക്കെ ദൈവസന്നദ്ധിയിൽ ഏറ്റുപറയേണ്ടത്. അവിടെയാണ് പാപമോചനം കിട്ടുക. അവിടെയാണ് കുമ്പസാരം എന്ന കൂദാശ യഥാർത്ഥമാകുന്നത്. അതല്ലെങ്കിൽ വൈദികൻ്റെ അടുത്ത് പോയി എന്തെങ്കിലുമൊക്കെ കുറച്ച് കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞു വീണ്ടും പോയി പഴയ അവസ്ഥകളിലേക്ക് തിരിച്ചു പോയാലോ കുമ്പസാരം എന്ന കൂദാശ പ്രസക്തി ഇല്ലാതാകും. ഒരുപക്ഷെ പല പ്രാവശ്യം കുമ്പസാരിച്ചിട്ടും ജീവിതത്തിൽ മാറ്റങ്ങളൊന്നുമില്ലാത്ത അനേകർ ഇന്ന് ഈ വചനം ശ്രവിക്കുന്നുണ്ടാകാം. പ്രിയപ്പെട്ട ഓർക്കണം, എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ മാറ്റമില്ലാത്തത്? ഞാൻ ഇപ്രകാരമുള്ള സുവ്യക്തമായ ഒരു തീരുമാനമെടുത്തിട്ടില്ല. ഒരുപക്ഷെ പഴയ അതേ ശൈലികളിലൂടെ ജീവിക്കാനാണ് ഞാൻ ഇന്നും ആഗ്രഹിക്കുക. എനിക്ക് ഒരുപക്ഷെ ലോകത്തിൻ്റെ സുഖങ്ങൾ വേണം, എൻ്റെ ഇഷ്ടങ്ങൾ നടക്കണം. അതൊന്നും വിട്ടുകളഞ്ഞിട്ട് ഒരുപക്ഷെ ദൈവത്തിലേക്ക് തിരിയാൻ പലപ്പോഴും തയ്യാറാകുന്നില്ല. വചനം പറയുന്നു, നമുക്ക് നമ്മുടെ വഴികൾ, നമ്മുടെ മാർഗങ്ങളെല്ലാം ഉപേക്ഷിക്കാം, ദൈവമായ കർത്താവിങ്കിലേക്ക് നമുക്ക് തിരിയാം. ഈ വചനം അനുസരിച്ച് വിലാപങ്ങളുടെ പുസ്തകം 3:40 പറയുക, നമുക്ക് നമ്മുടെ വഴികൾ സൂക്ഷ്മമായി പരിശോധിക്കാം, കർത്താവിങ്കിലേക്ക് തിരിയാം. ഹോസിയ പ്രവാചകൻ്റെ പുസ്തകം 14:1 വചനത്തിൽ പറയും, നിന്റെ ദൈവമായ കർത്താവിങ്കിലേക്ക് തിരിച്ചു വരിക. ജോയേൽ പ്രവാചകൻ പറയുന്നുണ്ടല്ലോ,
പൂർണ്ണ ഹൃദയത്തോടിൻ്റെ അടുത്തേക്ക് തിരിച്ചു വരിക. അങ്ങനെ ദൈവസന്നിധിയിലേക്ക് ഒന്ന് തിരിച്ചു വരാം. എവിടെയെങ്കിലും മാർഗഭ്രംശം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, വഴി തെറ്റിയിട്ടുണ്ടെങ്കിൽ, തെറ്റായ വഴികളിൽ നിന്ന് ശരിയായ വഴിയിലേക്ക് തിരിച്ചു വന്ന് മാനസാന്തരത്തിൻ്റെ പാതയിലൂടെ നമ്മുടെ ജീവിതങ്ങളെ വിശുദ്ധീകരിക്കാൻ നമുക്ക് ആഗ്രഹിക്കാം. അങ്ങനെ ആ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ വിശുദ്ധമായി ഏൽപ്പിച്ചു കൊടുക്കുക. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ ജീവിതങ്ങളെല്ലാം ഞങ്ങളുടെ കൺമുമ്പിലുണ്ട്. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ വഴികൾ ഞങ്ങൾ അറിയുന്നു. പലയിടങ്ങളിൽ ഞങ്ങൾക്ക് തെറ്റിപ്പോയി. ഞങ്ങളുടെ വഴികളിലൂടെ, ഞങ്ങൾക്കിഷ്ടപ്പെട്ട വഴികളിലൂടെ ഞങ്ങൾ നടന്നു. ദൈവമേ, അങ്ങാകുന്ന വഴിയിലേക്ക് തിരിച്ചു വരാൻ ഞങ്ങളെ ആഗ്രഹിക്കണമേ. പാപത്തിൻ്റേതായ പ്രവൃത്തികൾ, പാപത്തിൻ്റേതായ എല്ലാ പ്രവൃത്തികളെയും പൂർണ്ണമായി ഉപേക്ഷിച്ചുകൊണ്ട് ഒരു നവീകരിക്കപ്പെട്ട ജീവിതത്തിലേക്ക് വരാൻ, പുതിയ വ്യക്തികളാകാൻ, പുതിയ സൃഷ്ടികളാകാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും.